ടീച്ചിങ് വേൾഡ് സക്സസ് സ്റ്റെപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ PSC പഠിക്കുന്നവർക്ക് 10 ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടിയിരുന്നാലും അത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് കുറച്ച് പഠിക്കുന്നതിനായിട്ടും. അങ്ങനെയുള്ള ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹോർത്തൂസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത്? ഇട്ടി അച്യുതൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത്? അപ്പോൾ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത് ഇട്ടി അച്യുതൻ്റെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്? ആൻസർ, ധർമ്മരാജാവ്. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്? ധർമ്മരാജാവ്. ജീവിതത്തിൻ്റെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത ബാധിച്ചിട്ടും സാഹിത്യ ജീവിതം തുടർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവാരാണ്? KP കേശവമേനോൻ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. ഇതൊരു ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ചിട്ടുള്ളതാണല്ലേ. ഉത്തരവാദ പ്രക്ഷോഭ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KN പണിക്കർ. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? KN പണിക്കർ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ്? മലബാർ കലാപത്തെക്കുറിച്ച്. ആരെഴുതിയ പുസ്തകമാണ്? KN പണിക്കർ എഴുതിയ പുസ്തകം. പുസ്തകത്തിൻ്റെ പേരെന്താ? എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് KN പണിക്കർ. ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്നഭിപ്രായപ്പെട്ട മിതവാദി വിഭാഗം നേതാവാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഒരു ഇന്ത്യക്കാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്നഭിപ്രായപ്പെട്ട മിതവാദി നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതി.